ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമഡി ത്രില്ലറാണ്. ഇതൊരു സ്പാനിഷ് മൂവിയാ. സ്പെയിൻകാര് നമ്മളെ പലപ്പോഴായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഹോളിവുഡിനോട് പോലും മല്ലടിക്കുന്ന എത്രയോ നല്ല സിനിമകളാണ് അവരിറക്കുന്നത്. ഇപ്പം ഇതാ 2 പുതിയ നടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുന്നേ പോലെ തന്നെ ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല, പിന്നെ കഥയിലേക്ക് കടക്കുമ്പോഴാണ് പാക്ക പിടിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ക്ലൈമാക്സ് എത്തിയപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ കഥയൊന്ന് കണ്ടു തീർക്കാം. എ ടൈം ഫോർ ബ്രേവറി എന്നാണ് സിനിമയുടെ പേര്. കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ എവിടെയോ ഒരു വർക്ക്ഷോപ്പിൽ 4-5 പേര് വാനിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിവരെ ഇങ്ങോട്ടോ കടത്തുകയാണ്. എന്തോ പ്രത്യേക സാധനമാണ്. അതൊരു ഫ്രീസർ ബോക്സിലൊക്കെ ഇട്ടാണ് കടത്തുന്നത്. ഇതിനെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു കഷണ്ടി മാമനുണ്ട് അവിടെ. ആരും കണ്ടുപിടിക്കില്ല, എല്ലാം ഓക്കെ ആണെന്നൊക്കെ അവിടെയുള്ള ജോലിക്കാർ പറയുന്നു. ഇത് കഴിഞ്ഞ് ഈ സാധനം മോഷ്ടിക്കാൻ സഹായിച്ച 2 പേര് അവരതിന്റെ മാഫിയ തലവനോട് അവർ ചെയ്ത ജോലിയുടെ കൂലി ചോദിക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ, നിങ്ങൾ ഈ ചെയ്ത കാര്യം ആർക്കെങ്കിലും അറിയുമോ എന്നിവരോട് തിരിച്ചു ചോദിക്കും. ഇവർ ചിരിച്ചിട്ട് ഞങ്ങളുടെ ഭാര്യയ്ക്ക് പോലും അറിയില്ല എന്ന് പറയാ. എന്നാൽ അതിലെ മൂക്ക് നീണ്ട ആൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. നിന്റെ മുഖത്ത് എന്തോ പന്തിയേട് കാണുന്നുണ്ടല്ലോ, നീ ആരോടെങ്കിലും ഇത് പറഞ്ഞോ എന്ന് ആ തലവൻ ചോദിക്കും. നീണ്ട മൂക്കൻ ആർക്കും അറിയില്ല സാറേ എന്ന് പറയാ. അടുത്ത നിമിഷം ഈ വില്ലന്മാര് ആ മൂക്കന്റെ തലയ്ക്ക് വെടിവെച്ച് അയാളെ കൊന്നുകളഞ്ഞു. മറ്റേ ഗുണ്ടപ്പൻ ഇത് കണ്ട് പേടിക്കും. മാഫിയക്കാരൻ ഈ ഗുണ്ടപ്പനോടും ചോദിക്കുക, സത്യം പറയടാ, നീ ആരോടെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നോ? നീ സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. അപ്പൊ അയാൾ കരഞ്ഞിട്ട്, ഒരാളോട് മാത്രം ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് കരയ്യ. അടുത്ത നിമിഷം ആ തടിയന്റെ തലയ്ക്കും വെടിപൊട്ടും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ആ സിറ്റിയിലെ പോലീസ് കമ്മീഷണർ ഓഫീസ്. അവിടെ ഒരു നല്ല കമ്മീഷണറുണ്ട്. പുള്ളിക്കാരൻ പുതിയ കേസുകൾ എന്തൊക്കെയാണെന്ന് അവിടുത്തെ PC-യോട് ചോദിക്കുക. പുള്ളിക്കാരൻ കേസുകൾ ഓരോന്നായിട്ട് വായിക്കും. ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കള്ളം കയറിയിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബിൽ വെച്ച് പിള്ളേരെ അടിയുണ്ടാക്കി ഒരുത്തന്റെ തല പൊട്ടിയിട്ടുണ്ട്. അതേപോലെ 2 മിലിറ്ററി എംപ്ലോയീസിനെ കാണാതായെന്ന് പറഞ്ഞ് അവരുടെ ഭാര്യമാര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലെ കേസ്. കമ്മീഷണർ ഓരോ കേസുകൾ ഓരോ ഇൻസ്പെക്ടേഴ്സിന് കൈമാറാൻ പറയും. എന്നിട്ട് ഇൻസ്പെക്ടർ ദിയാസ് എവിടെയാണ്, അയാൾക്ക് ആ മിസ്സിംഗ് കേസ് കൈമാറൂ എന്ന് പറയാണ്. ഉടനെ PC, സർ ദിയാസിന് സുഖമില്ല, ചെറിയ ചില കുഴപ്പങ്ങളുണ്ടെന്ന് പറയും. അപ്പൊ മുടി വളർത്തിയ മറ്റൊരു ഓഫീസർ വന്ന്, അതെ സാർ, നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ ആഴ്ച ദിയാസ് തന്റെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് കണ്ടെത്തി. 2 പേരെയും ഹോട്ടലിൽ വെച്ചവൻ പിടിച്ചു. ഇപ്പൊ വലിയ മനപ്രയാസത്തില. ജോലി ചെയ്യാനുള്ള മാനസിക ആരോഗ്യമൊന്നുമില്ല, വളരെ വീക്കാണ്. എന്നാലും ഇപ്പൊ ജോലിക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ സീരിയസ് ആയിട്ടുള്ള കേസൊന്നും അയാൾക്ക് കൊടുക്കണ്ട. പുള്ളി എന്തെങ്കിലും തെറാപ്പിക്ക് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുകയാണ് മുടിയൻ പോലീസ്. അപ്പൊ കമ്മീഷണർ പറയും, കഴിഞ്ഞ തവണ ഗോമസിന്റെ മകൻ മരിച്ചപ്പോ അവൻ ഡൗൺ ആയിരുന്നില്ലേ, ആ സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ അവനോടൊപ്പം തന്നെ വിട്ടില്ലേ, അതേപോലെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഏതെങ്കിലും കുറ്റം ചെയ്ത സൈക്കോളജിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഡയാസിനൊപ്പം പറഞ്ഞുവിടാം, ജോലിയുടെ കൂടെ തന്നെ. സോ പഴയ അവസ്ഥയിലേക്ക് ഡയാസ് തിരിച്ചു വരാൻ അത് സഹായിക്കുമെന്ന് പറയാണ് കമ്മീഷണർ. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോനെ കാണിക്കുന്നത്. ഹീറോ ഒരു പാവം സൈക്കോളജിസ്റ്റാ. നമ്മൾ ഈ CBSE ബേബി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പാവം സൈക്കോളജിസ്റ്റ്. ഒരു ഭാര്യയുണ്ട്. പഴയ ഏതോ കുടുംബ വീട്ടിൽ ഇങ്ങനെ പാൽക്കഞ്ഞിയും കുടിച്ച് ജീവിക്കുകയാണ്. കുറച്ച് മണ്ടന്മാരായ ക്ലയൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലണം. ഹീറോയുടെ പേരിൽ ചെറിയൊരു കേസുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഉടനെ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് ചെല്ലണം. ഹീറോ ഭാര്യയോട് യാത്ര പറഞ്ഞ്, പോലീസിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട, അവർ ഉപദ്രവിക്കാൻ എന്തെങ്കിലും സോറിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടോളാം, നീ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വീട്ടിലിരിക്കും, ഞാൻ വരാമെന്നും പറഞ്ഞ് ഹീറോ കാർ എടുത്ത് നേരെ കമ്മീഷണർ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് കമ്മീഷണറോട്, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ, കാർ എടുത്ത് പോകുമ്പോൾ ഒരു മുത്തിയമ്മ കിളവീനെ ഇടിച്ചു. ഈ വയസ്സായ അമ്മൂമ്മ എന്റെ കാറിൽ വന്ന് വീഴുമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് വലിയ പരുക്കുകളൊന്നുമില്ല, എന്നിട്ടും അവരെ കുടുംബക്കാർ കേസ് കൊടുത്തു. ജഡ്ജിക്ക് എന്നെ തടവിലാക്കാനും മാത്രം കുറ്റമില്ലാത്തതുകൊണ്ട് ഒരാഴ്ച സോഷ്യൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്യാൻ തയ്യാറാ. ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ഞാൻ ചെയ്തു കൊടുക്കാം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഹീറോ. അപ്പൊ കമ്മീഷണർ പറയും, ഡോക്ടർ, ഞങ്ങളുടെ ഏജന്റിന് ചെറിയൊരു കുഴപ്പമുണ്ട്. പുള്ളിക്കാരന്റെ ഭാര്യ ഒരു ഡബിൾ ലൈഫാണ് ജീവിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, ഡബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? അതിന് കമ്മീഷണർ, അല്ല, രാത്രി കോട്ട് സൂട്ട് ഇട്ടിട്ട് കള്ളന്മാരെ പിടിക്കാൻ പോകും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സ്ത്രീക്ക് മറ്റൊരാളുമായിട്ട് അടുപ്പം. ഇതെന്റെ പോലീസുകാരൻ കണ്ട് വലിയ വിഷമത്തില. അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഡോക്ടർ ആയതുകൊണ്ട് കൂടെ നടന്ന് അങ്ങേർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രം ഒന്ന് ചെയ്തു തന്നാൽ മതി, വലിയ ഉപകാരമാവും എന്ന് പറയും കമ്മീഷണർ. അപ്പൊ ഹീറോ, സാർ, ഇങ്ങനെയുള്ള ജോലിയൊന്നും ഒരു ശിക്ഷയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചൂടെ എന്ന് ചോദിക്കുക. ഹീറോയുടെ ചോദ്യം എന്താണെന്ന് കമ്മീഷണർക്ക് മനസ്സിലായി.
താൻ എനിക്ക് കൈക്കൂലി തന്ന് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. അതോ ഒരു കമ്മീഷണർക്ക്? ഹീറോ ഉടനെ സോറി ചോദിക്കും. അല്ല സാർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്തൂടെ? എനിക്ക് മറ്റെന്തെങ്കിലും ജോലി തരൂ, പോലീസുകാരുടെ കൂടെ വേണ്ട, അത് ഡേഞ്ചറാണ്. ഉടനെ കമ്മീഷണർ പറയും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, സോസിക്ക ക്യാമ്പിൽ അഗതികൾ അപ്പിയിട്ട വേസ്റ്റ് കിടപ്പുണ്ട്, അതൊന്ന് പോയി വാരണം, അങ്ങനെ ഒരു സഹായം ചെയ്തോളൂ, വലിയ ഉപകാരമാവും. ഉടനെ ഹീറോ, സാർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തെങ്കിലും വഴിയിൽ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്പെക്ടർ ദിയാസ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ഹീറോ. പുള്ളിക്കാരന്റെ ഭാര്യയ്ക്കാണ് വേറൊരു പുള്ളിക്കാരനുമായിട്ട് ജതികിന്ത ബന്ധം. കമ്മീഷണർ പുള്ളിയെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തുന്നു. പുള്ളിക്കാരനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഡയാസിനൊപ്പം ഇനി ജോലിയിൽ കൂടെ ചേർന്ന് പുള്ളിക്ക് കൗൺസിലിംഗ് കൊടുക്കുമെന്ന് പറയുന്നു. ഉടനെ ഹീറോ ഞെട്ടും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പോലീസുകാരന്റെ കൂടെ ക്രൈം സീനിലേക്ക് ഞാൻ പോകണമെന്നോ? അത് നടക്കില്ല, അത് ഡേഞ്ചറാണ്. ഞാനൊരു സാധാരണ ഡോക്ടറാ സാർ, എന്നോട് കരുണ കാണിക്കണം. ഉടനെ കമ്മീഷണർ പറയാണ്, അത്ര വലിയ ഡേഞ്ചർ ഒന്നുമില്ല, സാധാരണ റുട്ടീൻ വർക്കാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഡയാസ്, എനിക്കങ്ങനെ കൗൺസിലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല സാർ, ഞാൻ ഓക്കെയാണ്, ഞാൻ ജോലി ചെയ്യാനായിട്ട് പരിപൂർണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ കരയാൻ തുടങ്ങും. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോൾ ഹീറോയ്ക്കും വിഷമാവുക. ഹീറോ മെല്ലെ ചെന്ന്, താങ്കൾ വിഷമിക്കാതെ സഹോദര, ലൈഫിൽ എത്ര വലിയ ട്രാജഡിയൊന്നും പുറത്തേക്ക് വരാൻ കഴിയും, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലും മോശമായ അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഠിന വേദനയുണ്ടല്ലോ, അത് ബ്രെയിൻ തരുന്നൊരു ഫീലിംഗാ, നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, പേടിക്കണ്ട. ഇത് കാണുമ്പോൾ കമ്മീഷണർ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് പേടിക്കാൻ എന്തിരിക്കണോ, ഇനി ഒരുമിച്ച് ട്രാവൽ ചെയ്യുമെന്നും പറഞ്ഞ് ഇവരെ കേസിന് പറഞ്ഞുവിടാണ്. ദയാസ് കാർ എടുത്ത് ഹീറോയും വിളിച്ചോണ്ട് പോകുന്നു. കാറിൽ ഹീറോ ചോദിക്കും, എന്നാ പിന്നെ എന്താ സംഭവിച്ചതെന്ന് തുടക്കം മുതലേ പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. ദയാസ് പറയാണ്, ഞാനും എൻ്റെ ഭാര്യയും 4 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. എന്നാൽ ഇവൾക്ക് കുറച്ചു കാലമായിട്ട് മറ്റൊരാളുമായി ബന്ധമുണ്ട്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫോളോ ചെയ്തു പോയി അവരെ രണ്ടുപേരെയും ഒരു കട്ടിലിൽ വെച്ച് പിടിച്ചു. എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇത് കേട്ടിട്ട് ഹീറോ ചോദിക്കും, നിങ്ങളെ ഭാര്യ നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങൾ എപ്പോഴെങ്കിലും അവരറിയാതെ ഇങ്ങനെ കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ദയാസ് പറയാണ്, ഒരു 2-3 തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാ പറയുക? നിങ്ങളത് ഭാര്യയോട് പറഞ്ഞിരുന്നോ? അത് പറയാൻ കഴിയില്ലല്ലോ, പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാലോചിച്ച് കുറച്ച് വിഷമം കുറയ്ക്കാം. ഇനി ഇപ്പം നിങ്ങൾ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? പുള്ളിക്കാരൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. നല്ല വേഗത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, സിഗ്നലിൽ പോലും നിർത്തുന്നില്ല. അതുകൊണ്ട് ഹീറോ പേടിച്ചിരിക്കുക. ഈ ചീറ്റിംഗ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഭാര്യയെ ചീത്ത പറഞ്ഞോ, വഴക്കിട്ടോ, എന്തെങ്കിലും തെറി പറഞ്ഞിരുന്നോ? അപ്പം ആശ്വാസം കിട്ടിയിരുന്നോ? അതിന് ഡയാസ് പറയാണ്, ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ മുതിർന്നിട്ടില്ല. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് വിഷമായി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ശരി, നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറയും ഹീറോ. അങ്ങനെ ഇവർ ക്രൈം സീനിലേക്ക് പോകുന്നു. സംഭവം 2 മിലിറ്ററി ഏജൻസിനെ കാണാതായിട്ടുണ്ട്. ഇവര് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്, അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി. അവിടെ ഒരു ഓഫീസർ ഉണ്ടാവും, സീനിയർ ഓഫീസർ. ഈ കാണാതായ ആർമിക്കാര് അവർ രണ്ടുപേരും ഒരുമിച്ചാണോ പോയത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കുക. ആരും ഉണ്ടായിരുന്നില്ല, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും കാമുകിമാര്, കൂട്ടുകാര്, അങ്ങനെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് ഓഫീസർ പറയും. ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വല്ല വെപ്പൺസോ ബോംബുകളോ അങ്ങനെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ ഭാഗത്തുനിന്നൊന്നും കാണാതായിട്ടില്ല എന്ന് ഓഫീസർ പറയും. ശരി, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം, ഞാൻ നമ്പർ തരാമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടാവില്ല. സോ ഡയാസ് ഹീറോയുടെ അടുത്ത് പറഞ്ഞ് ഹീറോയുടെ കാർഡ് വാങ്ങിച്ച് അതിൽ പോലീസുകാരൻ്റെ നമ്പർ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ ഹീറോ, ആ കാർഡിന് ഫ്രണ്ടിലുള്ളത് എൻ്റെ നമ്പറാണ്, നിങ്ങൾക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് ആ ഓഫീസറോട് പറയും. അത് കഴിഞ്ഞവര് ഈ പട്ടാളക്കാരുടെ ക്യാപ്റ്റനെ ചെന്ന് കാണാം. 2 ഓഫീസർമാരെ കാണാതായില്ലേ? അതിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ മറ്റേ ആളുടെ വീട്ടിലേക്ക് പോവാന്ന്. പക്ഷെ 2 പേരും അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. 2 പേരും അവരുടെ കാറുകളും എടുത്തിട്ടില്ല. അവരുടെ കാറെല്ലാം വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവർക്ക് വല്ല മിലിറ്ററി വെഹിക്കിളിലും ആക്സസ് ഉണ്ടോ എന്ന് ദയാസ് ക്യാപ്റ്റനോട് ചോദിക്കും. ക്യാപ്റ്റൻ പറയാണ്, ഇല്ല, മിലിറ്ററി വെഹിക്കിളിനോ മിലിറ്ററി എക്യുപ്മെന്റ്സിനോ അവർക്ക് ആക്സസ് ഇല്ല എന്ന്. ഇങ്ങനെ ചോദ്യങ്ങളിൽ കൺഫ്യൂസായി നിൽക്കുമ്പോഴാണ് ദയാസ് ഈ ക്യാപ്റ്റനും ഭാര്യയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു. ഇത് കണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. എന്താ പറ്റിയെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവില്ല. ഹീറോ അവിടെ ചാണകിട്ടതുപോലെ ഇരിപ്പാണ്. പെട്ടെന്ന് ഇയാൾ വിട്ടിട്ട് പോകുമെന്നറിയില്ലല്ലോ, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. എന്തായാലും ഒരു പോലീസുകാരൻ്റെ കൂടെയല്ല വന്നത്, അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഈ ആംസ് ട്രാഫിക്കിങ്ങിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ക്യാപ്റ്റനോട് ചോദിക്കുക. പുള്ളിക്കാരൻ ഷോക്കാവും, എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഹീറോ, ഞാൻ കുറച്ചു നാൾ മുന്നേ പത്രത്തിൽ വായിച്ചിരുന്നു മിലിറ്ററിയിലെ ആൾക്കാർക്കും ആയുധക്കടത്തുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. ക്യാപ്റ്റന് ദേഷ്യം വരും. എന്നാലും ഹീറോ പോലീസാണെന്ന് വിചാരിച്ചിട്ട്, ഇല്ല, അങ്ങനെ എനിക്കൊരു ബന്ധമില്ല എന്ന് പറയുക. ഈ നേരത്ത് ദയാസ് പുറത്ത് നിന്ന് തന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം അവളെ തെറി വിളിച്ച് തീർക്കും. ഹീറോയ്ക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഈ ക്യാപ്റ്റനാണെങ്കിൽ ഒരുമാതിരി നോട്ടോ. അതുകൊണ്ട് ഹീറോ അടുത്ത ചോദ്യം ചോദിക്കുക. ആ കാണാതായ പിള്ളേർക്ക് എന്തെങ്കിലും അൺയൂഷ്വൽ ബിഹേവിയർ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും വ്യത്യസ്തമായ കോൾ ഇവിടെ ലഭിച്ചിരുന്നോ?
എനിത്തിങ് എൽസ്? ക്യാപ്റ്റൻ പറയും, അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഹീറോ, ഇല്ല അത്രയും മതി, വേണ്ട വിവരങ്ങളായി എന്ന് പറഞ്ഞിട്ട് ദയാസിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങും. ഇവർ തിരിച്ചു പോകുന്ന വഴി, നീ എന്നെ ഇങ്ങനെ പാതി വിട്ടിട്ട് പോകാൻ പാടില്ല. എനിക്ക് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും കേസിനെ കുറിച്ചും ഒന്നും അറിയില്ല. ആ നാസി ക്യാപ്റ്റൻ എന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉരുകിപ്പോയി. ഒരു കൊച്ചിനെ കൊണ്ടുപോയി നീ ഇങ്ങനെ പാതി വഴി വിടരുതെന്നും പറഞ്ഞ് ദയാസിനെ ചീത്ത പറയാ. അത് കഴിഞ്ഞിട്ട് ഹീറോ ദയാസിനോട് ചോദിക്കുകയാണ്, നീ ഭാര്യയാണോ വിളിച്ചത്? ഭാര്യയാണോ ഇത്രയും ചീത്ത പറഞ്ഞതെന്ന്? ദയാസ് പറയും, അതെ, നിങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളെ 2 ചീത്ത പറഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന്. ഇപ്പം എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ, അപ്പൊ എന്തുകൊണ്ടാണ് നീ ഇത്രയും നാൾ അവളോടുള്ള ദേഷ്യം അടക്കി പിടിച്ചെന്ന് ചോദിക്കും. അതിന് ദയാസ്, അവൾ എന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചീത്ത പറയാതിരുന്നത്. പക്ഷെ ഇപ്പോ അവൾ എന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടി എനിക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ആണ്. നിന്റെ ഹിസ്റ്ററിയും കൂടി എനിക്ക് അറിയണം. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അറിയണമെന്ന് പറയും. അപ്പൊ ദയാസ്, അച്ഛന് ജോലി പോയപ്പോൾ അമ്മ ഞങ്ങളെ വിട്ടുപോയി. ഞാനും അച്ഛനും തനിച്ചായിരുന്നു. അച്ഛനൊരു പോലീസുകാരനായിരുന്നു. കൈക്കൂലി വാങ്ങിയതറിഞ്ഞിട്ട് ജോലി നിന്ന് പിരിച്ചുവിട്ടതാ. അച്ഛനൊരു യൂസ്ലെസ് ആണെന്നും പറഞ്ഞ് അമ്മ ഇട്ടിട്ട് പോയി. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ആ ഭയമാണ് നിനക്കുള്ളത്. ഒരു യൂസ്ലെസ് ആണോ വെർത്ത്ലെസ് ആണോ എന്നുള്ള ഭയം. അതുകൊണ്ട് നിന്നെ കൂടെയുള്ള എല്ലാവരും വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം. ഒരുപക്ഷെ ബെഡിൽ നിനക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവൻ തുടിക്കെ പെർഫോം ചെയ്തവനാണ്, അതുകൊണ്ട് അവൾ അവന്റെ കൂടെ പോയി. ഇനി നിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള ഭയം. ഇങ്ങനെ പലതും പറഞ്ഞ് ചൂട് കയറ്റുമ്പം ദയാസ് ടെൻഷനായി ഏതോ കാറിനിട്ടൊരു ഇടിയും കൊടുത്തു. ഹീറോ ഈ ഇടി കണ്ടിട്ട്, നീ ഒരു കാറിന് ഇടിച്ചായിരുന്നു, വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. ദയാസ് പറയും, അതൊരു ചെറിയ സ്ക്രാച്ച് ആയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, ഞാൻ പോലീസല്ലേ, നമുക്ക് ശരിയാക്കാന്ന്. ഹീറോ ശരിക്കും ബുദ്ധിയുള്ള ഡോക്ടറാണോ എന്ന് നമുക്ക് സംശയമാവും. ശരി, നീ പോലീസല്ലേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തായാലും എന്നെ വീട്ടിലേക്ക് ആക്കെന്നും പറഞ്ഞ് അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഹീറോയെ അവിടെ ഇറക്കി വിടാൻ പോവുക. അപ്പൊ ഹീറോ, നിങ്ങൾ എവിടെയാണ് താമസിക്കണമെന്ന് ചോദിക്കുകയാണ് ഡയാസിനോട്. ദയാസ് പറയും, വീട്ടിലേക്ക് പോകാൻ എനിക്ക് മൂടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലോഡ്ജ് എടുത്താണ് താമസിക്കുന്നത്. എന്നാൽ ശരി, നാളെ കാണാമെന്നും പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങും. എന്നാലും ഈ അവസ്ഥയിൽ ദയാസിനെ വിടാൻ ഹീറോയ്ക്ക് മനസ്സില്ല. നൊന്തിരിക്കുന്ന മനുഷ്യനല്ലേ, കുറച്ച് സ്നേഹം കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഡിന്നർ കഴിക്കാൻ എന്റെ വീട്ടിലേക്ക് വായോ, പുറത്തുനിന്ന് കഴിക്കണ്ട, ഞാൻ ഭാര്യയോട് ഭക്ഷണം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് വീടിനകത്തേക്ക് വിളിക്കുക. അകത്ത് വരുമ്പോൾ ഭാര്യയുണ്ട്. ഭാര്യയോട് അവൻ ഹായൊക്കെ പറയുന്നു. എന്നാൽ ഭാര്യയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. പെട്ടെന്നൊരു വിരുന്നുകാരനെ കൊണ്ടുവന്നാൽ ഏതൊരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടാൻ സാധ്യല്ല. പുള്ളിക്കാരി ഹീറോയെ തനിച്ച് വിളിച്ചിട്ട്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, പെട്ടെന്നൊരാളെ കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഹീറോയോട് ദേഷ്യപ്പെടുന്നു. ഉടനെ ഹീറോ, അവന്റെ ഭാര്യ അവനെ ചതിച്ചിട്ട് പോയതാത്രേ, പാവം, അവനാകെ അപ്സെറ്റാ, കൂടുതൽ ഡിപ്രസ്ഡ് ആവണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചോണ്ട് വന്ന്, നീ ഒന്ന് സഹകരിക്കേ, പാവല്ലേ, പൊക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ ഭാര്യയെ കൺവിൻസ് ചെയ്യും. അങ്ങനെ സംഭവം ഒക്കെ ആയി ദയാസ് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ. അതിനു മുന്നേ ഹീറോ ഒരു പാറയെ കയറുന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇതെപ്പോൾ എടുത്താന്ന് ദയാസ് ചോദിക്കും. ഭാര്യ, അത് 3 വർഷം മുന്നേ ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പോൾ എടുത്താ, കാണുമ്പോൾ പാറയെ കയറുന്ന പോലെ ഉണ്ടെങ്കിലും 1.5 മീറ്റർ മുകളിൽ നിന്നാണ് ഇമാതിരി സീനൊക്കെ കാണിച്ച് ഫോട്ടോ എടുത്ത് പറ്റിക്കുന്നത്. വലിയ ധൈര്യശാലിയാണെന്ന് നാട്ടുകാരെ കാണിക്കുമെങ്കിലും എനിക്കറിയാം എന്റെ ബേബി ഒരു പാവം പേടിത്തൂറി ടെഡ്ഡി ബേബിയാണെന്നും പറഞ്ഞ് ഭാര്യ ഹീറോയ്ക്ക് മുത്തം കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ദയാസിനും സന്തോഷാവും. നല്ല സ്നേഹമുള്ള കപ്പിൾസ്. അത് കഴിഞ്ഞ് ഇവര് അത്താഴം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. 3 പേരും കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഭാര്യ ആ നാട്ടിലെ പോലീസുകാർ വാങ്ങിക്കുന്ന കൈക്കൂലിനെ പറ്റിയും കറപ്ഷനെ പറ്റിയൊക്കെ പറയും. ദയാസ്, നല്ല ശമ്പളം കൊടുക്കുന്നില്ല ഗവൺമെന്റ്, പോലീസുകാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കണമെന്നും പറഞ്ഞ് ചെറിയ ആർഗ്യുമെന്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഹീറോ ഈ വഴക്കീന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട്, ഭക്ഷണം നന്നായിട്ടുണ്ടല്ലോ, നീ എപ്പോഴാ ഇതുണ്ടാക്കിയെന്ന് ഭാര്യയോട് ചോദിക്കുന്നു. ഭാര്യ പറയും, ഞാൻ ഉണ്ടാക്കിയതല്ല, അത് കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ നീ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ഹീറോ ചോദിക്കുക. ഭാര്യ പറയും, എനിക്കിന്ന് ചെറിയ പണിയുണ്ടായിരുന്നു, ഡെന്റിസ്റ്റിനെ കാണാൻ പോയി, പല്ലിന് വേദനയുണ്ട്, റൂട്ട് കനാൽ ചെയ്യാൻ അയാൾ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ദയാസിന്റെ മുഖത്ത് ഭയങ്കര സംശയം. അയാൾ എന്തോ കൺഫ്യൂഷനില്ല. എന്ത് പറ്റിയെന്ന് ഹീറോ ചോദിക്കും. ഉടനെ ദയാസ്, നിന്റെ ഭാര്യ നിന്നെ ചീറ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. ആ ഡൈനിങ് ടേബിളിൽ വെച്ച് എന്നെ ഭാര്യ കേക്കച്ചെ. എല്ലാരും ഞെട്ടിപ്പോവും. ഭാര്യ, ഇവനിതേതാ, ഇവൻ എന്തൊക്കെയാ ഈ പറയണെന്ന് ചോദിക്കുക. ഹീറോ, നീ എന്റെ ഭാര്യയെ കുറിച്ച് അങ്ങനെ സംസാരിക്കരുത്, നിനക്കെന്താ ഭ്രാന്താണ് ദയാസ്, ചുമ്മാ തമാശ കളിക്കല്ലേ, ഒരിക്കലും അവൾ ചെയ്യില്ല, അവൾ എന്റെ പെണ്ണാണെന്ന് ഹീറോ ദേഷ്യത്തോടെ ചിരിച്ചുകൊണ്ട് പറയുക. എന്നാ ദയാസ് പെട്ടെന്ന് തോക്കെടുത്തിട്ട്, സത്യം പറയാടി, നീ ഇയാളെ ചീറ്റ് ചെയ്യുന്നില്ലേ, നീ ഇന്നെവിടെയായിരുന്നു, സത്യം പറയാന്ന് ചോദിക്കുക. ഉടനെ ഹീറോ, എടോ ഇത് തന്റെ വീടല്ല, അത് തന്റെ ഭാര്യയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇത് എന്റെ ഭാര്യ, താൻ വീട് മാറി വന്നിരിക്കുക, തന്റെ മാനസിക നില ശരിയല്ല, ആ തോക്ക് താഴെ തനിക്ക് എന്താണ് പറ്റിയത്? എന്നാൽ ദയാസ് വിടാതെ സത്യം പറയുന്നു ചോദിച്ച് ഭാര്യ മിരട്ടാണ്. പെണ്ണ് പേടിച്ച അവസാനം, അതെ ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചീറ്റ് ചെയ്തു, എനിക്കറിയില്ല, ഞാൻ ചീറ്റ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഞെട്ടിപ്പോവാ. നീ എന്താ മോളെ പറയുന്നത്, അവന് പ്രാന്താ, അത് കേട്ടിട്ട് നീ ചീറ്റ് ചെയ്തു എന്നോ? എപ്പോ ചീറ്റ് ചെയ്തു, എങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഭാര്യ, ഞാൻ ചീറ്റ് ചെയ്തു, അതെനിക്ക് പറ്റിപ്പോയതാ, പക്ഷെ ഞാൻ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങളെ
മാത്രമാണ് സ്നേഹിക്കുന്നത്. നീ ചീറ്റ് ചെയ്തു, പറ്റിപ്പോയെന്നോ, നീ എന്താ മോളി പറയുന്നത്, ഞാനിത് അംഗീകരിക്കില്ല എന്നും പറഞ്ഞിട്ട് അവര് തമ്മിൽ പൊരിഞ്ഞ വഴക്കാവാൻ തുടങ്ങി. നമ്മുടെ ദയാസും എല്ലാം ഭക്ഷണവും കഴിച്ചിട്ട് പുറത്തു വന്ന് ഇങ്ങനെ കാവൽ നിൽക്കുക. അകത്ത് വലിയ അടി നടക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടെന്ന്. ലൈബ്രറി വെച്ച് വേറെ ഏതോ പെണ്ണിന്റെ സൗന്ദര്യത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചില്ലേ, മാത്രമല്ല എല്ലാ ദിവസവും വീട്ടിലേക്ക് വൈകിയാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ തനിമയിലായിപ്പോയി. അങ്ങനെ സംഭവിച്ചോ? ഉടനെ ഹീറോ, ഒരു ദിവസം വിവരം കെട്ട 50 പേഷ്യൻസിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, നിനക്കത് അറിയാൻ പാടില്ലേ, ഇവറ്റകളെ കാണാൻ പോലും സമയമില്ല, ആ നേരത്തെ ഞാൻ അവിയിക്കാൻ പോകുന്നു, ഇന്ന് ഒരുപാട് പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്, നീ അങ്ങനെയല്ലെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നീയും അങ്ങനെ ആയിപ്പോയല്ലോ ഡയാന, എനിക്കിനി നിന്നെ കാണണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഡയാസിനോട് ചൂടാവും. നീ എന്താണ് ഈ കാണിച്ച്, എന്റെ കുടുംബത്തിലേക്ക് കയറി വന്ന് ആ കുടുംബത്തെ പിരിച്ചല്ലോ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, നീ പ്രാന്തനാണോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ? അപ്പൊ ഡയാസ് ചോദിക്കുകയാണ് ആ കാമുകൻ ആരാണെന്ന്. ഏതോ ലൈബ്രറി ടീച്ചറാണത്രേ, അവനെ കണ്ടതായി പോലും ഞാൻ ഓർക്കുന്നില്ല, ഈ മണ്ടിപ്പെണ്ണ് അവന്റെ പുറകെ പോയല്ലോ, എന്നാലും നീ അതെങ്ങനെ കണ്ടുപിടിച്ച്? അത് കേട്ട് ഡയാസ് പറയും, തന്റെ സിമ്പിൾ ചോദ്യത്തിനൊക്കെ ആലോചിച്ച് അവൾ ഉത്തരം പറഞ്ഞ് അതിൽ നിന്ന് മനസ്സിലായി അവൾ നിന്നെ ചീറ്റ് ചെയ്യണം, ഇവരങ്ങനെയാണ്. അപ്പൊ ഹീറോ, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പുറത്തു പോവാന്നും പറഞ്ഞ് ദയാസിന് കൂടെ കാർ എടുത്ത് ഇവർ ഇറങ്ങിപ്പോവാ. പോകുന്ന വഴിക്കൊക്കെ ഹീറോ ഭാര്യ ചീത്ത പറയുന്നുണ്ട്, ആ ബിച്ചൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്തൊരു മണ്ടനാ, ഒരുപക്ഷെ എന്റെ അശ്രദ്ധ കൊണ്ടായിരിക്കാം, ഞാൻ കുടുംബം നേരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം, നാട്ടുകാരുടെ കുടുംബ വഴക്ക് തീർക്കാൻ പോയിട്ട് ഇപ്പൊ എന്റെ കുടുംബം പ്രതിസന്ധിയില്ല. ഇത് കേട്ട് ഡയാസ് ചോദിക്കുക, താൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അവള് തന്നെ ചീറ്റ് ചെയ്തില്ലേ, തനിക്ക് ദേഷ്യം വരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ഹീറോ, അവള് ചീറ്റ് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള പേഴ്സണാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഡിസ്റ്റൻസ് എടുത്ത് മാറിയിരിക്കണം, എന്നിട്ട് സൈലന്റ് ആയിരിക്കണം, അതാണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ ചെയ്യേണ്ടത്. ദയാസ് വീണ്ടും ചോദിക്കും, താനിപ്പോൾ എന്താ ഫീൽ ചെയ്യണേ? ഹീറോ, ഞാൻ എന്താ ഫീൽ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്നും പറഞ്ഞിട്ട് പൊട്ടി കരയാൻ തുടങ്ങുക. ഉടനെ ദയാസ്, ഇതാണ് ഞാൻ ചോദിച്ചത്, കരേ, ഒരാണിനെ പോലെ കരഞ്ഞ എല്ലാ വിഷമവും പുറത്തു കളയും, എന്നാലേ ആ സമ്മർദ്ദം അവസാനിക്കുകയുള്ളൂ. അവൾ എന്തൊരു പെണ്ണാടോ, ബിച്ച് എന്നെ പറ്റിച്ചടാന്നും പറഞ്ഞിട്ട് ഹീറോ പൊട്ടിക്കരയുക. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ദയാസ് ഓക്കെ ആയി. അതങ്ങനെയാണ്, അവൻ ആക്റ്റീവായി നല്ല ചടചടയെന്നായിട്ടുണ്ട്. നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അതിനേക്കാട്ടിലും വലിയ വേദനയിലാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അതെന്തോ മനുഷ്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. 9ാം ക്ലാസ്സിൽ 80ൽ 7 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന അഫ്സലിന് വിഷമായിരുന്നു. പക്ഷെ എൻ്റെ പേര് വിളിച്ച് എനിക്ക് 3 മാർക്കാന്ന് പറഞ്ഞപ്പം ആ നാണം കെട്ടവന്റെ മുഖത്ത് വന്ന ചിരി ഇന്നും ഞാൻ വേദനാജനകമായി ഓർക്കുന്നുണ്ട്. പെട്ടെന്നാണ് ദയാസിനൊരു കോള് വരുന്നത്, 2 ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. സിറ്റിയിലൊരു വേസ്റ്റ് കനാലിൽ നിന്നും ഒരു വാൻ കണ്ടുകിട്ടി, അതിനകത്ത് 2 ബോഡി ഉണ്ടായിരുന്നു. ഇവർ ആ സ്പോട്ടിലേക്ക് ചെല്ലും. ബോഡി പരിശോധിക്കുമ്പോൾ അതാ കാണാതെ പോയ 2 മിലിറ്ററി ഏജൻസ് ആണ്. ആരോ കൊന്നിട്ട് ഈ വണ്ടിയിലാക്കി കനാലിൽ തള്ളിയതാണ്. പെട്ടെന്ന് ഇത് കണ്ടുകിട്ടുമെന്ന് അവർ വിചാരിച്ചതല്ല. എന്നാൽ എലക്ഷൻ വരുന്നതുകൊണ്ട് കനാൽ ക്ലീൻ ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ബോഡി കണ്ടുകിട്ടിയത്. ഈ സമയത്തും ഹീറോ ഒരു മൂലയിൽ പോയിരുന്ന് കരയായിരിക്കും. ഈ വാനിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, പക്ഷെ എഞ്ചിൻ നമ്പർ ഉണ്ട്. അത് വെച്ച് റെക്കോർഡ് കണ്ടുപിടിക്കാമെന്ന് മറ്റൊരു പോലീസുകാരൻ പറയും. സോ അതുകൊണ്ടാണ് വണ്ടികളിലെ എഞ്ചിൻ നമ്പർ മുഖ്യമാണെന്ന് പറയുന്നത്. നമ്പർ പ്ലേറ്റ് മാറ്റിയാലും വണ്ടി എവിടത്തെയാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വണ്ടിയുടെ ഒറിജിനൽ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. സോ ആരോ കട്ടെടുത്ത വണ്ടിയാണത്. ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബോഡി ഓട്ടോപ്സിക്ക് പറഞ്ഞു വിട്ട് ദയാസ് ഹീറോനെയും കൂട്ടി അയാൾ താമസിക്കുന്ന ലോഡ്ജിലേക്ക് വരികയാണ്. ഒരു ലോക്കൽ 777 ലോഡ്ജ്. അവിടെ ഹീറോനെ കൊണ്ടുവന്ന് ഹീറോ വിഷമത്തിലായതുകൊണ്ട് ഒരു ഉറക്ക ഗുളികയൊക്കെ കൊടുത്ത് തന്റെ ബെഡ് റെഡിയാക്കി ഹീറോയെ അതിലേക്ക് കിടന്നോളാൻ പറയും ദയാസ്. ദയാസിനിപ്പോൾ പൂർണ്ണ ഭേദമായിട്ടുണ്ട്. തന്റെ അതേ വേദനയിലുള്ള ഒരാൾ കിട്ടിയല്ലോ. പുള്ളിക്കാരൻ വന്ന് കൗച്ചിലാണ് കിടക്കുക. പിറ്റേ ദിവസം രാവിലെ ഹീറോയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് റെഡിയായത്രേ, നമുക്കത് പോയി വാങ്ങിക്കാന്ന് പറയും. ഹീറോ, എനിക്ക് ബോഡി കാണുന്നൊക്കെ പേടിയാ, ഞാൻ വരണമെന്ന് ചോദിക്കുക. അതിന് ദയാസ്, ഒരു കുഴപ്പമില്ല, താൻ ബോഡി കണ്ടാ ഇഷ്ടപ്പെടും, എന്റെ കൂടെ വായോ, ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകും. പോയി നോക്കുമ്പോൾ വെട്ടിപ്പൊളിച്ച് ഉണങ്ങി കിടക്കുന്ന 2 ബോഡി. ഇതും കണ്ട് ഹീറോ പേടിച്ചരണ്ട് നിൽക്കുക ഒരു ഭാഗത്ത്. അപ്പോഴായിരിക്കും ഡോക്ടർ ഓട്ടോപ്സി റിപ്പോർട്ട് വായിക്കുന്നത്. തലയെ വെടിവെച്ചിട്ടാണ് 2 പേരെയും കൊന്നിരിക്കുന്നത്. എന്തോ ഭാരമുള്ള വസ്തു ഇവരെ ചുമലിലേറ്റി നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് മരണം നടന്നിരിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുകയായിരുന്നു. ഇതാണ് പ്രൈമറി റിപ്പോർട്ട്. അത് കഴിഞ്ഞ് ഈ ഉപയോഗിച്ച ബുള്ളറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ റിപ്പോർട്ട് ദയാസ് ചെന്ന് അവിടുത്തെ റെക്കോർഡ് നോക്കുന്ന ചേച്ചിയോട് ചോദിക്കുക. ആ ചേച്ചി പുറത്തെങ്ങാനും പോയി വെയിറ്റ് ചെയ്യും, ആവുമ്പോൾ വിളിക്കാന്ന് പറയും. പുള്ളി ഇത്തിരി കോവക്കാരിയാ. നമ്മുടെ അണ്ണനും ഹീറോയും പുറത്തുപോയി രോഗികളെ പോലെ കാത്തിരിക്കുന്നു. അപ്പൊ ഹീറോ, എന്നെയും കാത്ത് കുറച്ച് പേഷ്യൻസ് ക്ലിനിക്കിലുണ്ടാവും, ഞാൻ അവരോട് എന്താണ് പറയുക? അല്ലെങ്കിൽ അതുങ്ങളെല്ലാം ചത്തുപോയി നരകത്തിൽ പോട്ടെ, ഇവറ്റകളെ നന്നാക്കാൻ നോക്കിയിട്ടല്ല എനിക്ക് ഈ അവസ്ഥ വന്ന്, ഇനി ഒന്നിനെയും ഞാൻ ചികിത്സിക്കുന്നില്ല. ഇപ്പൊ ഞാൻ നൊന്തിരിക്കുക, എന്നെ നോക്കാൻ ആരുമില്ല, എല്ലാം ചത്തുപോട്ടെ എന്നും പറഞ്ഞ് ലോകം മുഴുവൻ പഴിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, മൈൻഡ് ടേണാക്കാന്നും പറഞ്ഞ് ദയാസ് ഹീറോയോട് ഇവിടെ അടുത്ത് തന്നെയാണ് ഷൂട്ടിംഗ് റേഞ്ച് ഉള്ളത്, നമുക്ക് പോയി ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്താലോ എന്ന് ചോദിച്ച് ഹീറോയെ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് വിളിച്ചോണ്ട് വരുന്നു. എന്നിട്ട് തോക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കണേന്ന് പറഞ്ഞു കൊടുക്കും. ദയാസ് നല്ല ഷൂട്ടറാ, ഒരേ സ്ഥലത്ത് തന്നെ പോയിന്റ് മാറാതെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ അറിയാം. അത് കഴിഞ്ഞ് ഹീറോയ്ക്ക് തോക്ക് കൊടുക്കും. ഹീറോയും അറിയുന്നത് പോലെ 1 2 3 എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടോ വെടിവെക്കുന്നുണ്ട്. രൂപത്തിൽ കൊണ്ടില്ലെങ്കിലും ആ പേപ്പറിൽ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്റ്റാർട്ടാണെന്ന് ദയാസ് പറയും. ആ നേരത്തെ
നേരത്താണ് റിപ്പോർട്ടർ ചേച്ചി വന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ റിപ്പോർട്ട് റെഡിയായി എന്നും പറഞ്ഞു. ദയാസ് ആ റിപ്പോർട്ട് വാങ്ങിച്ച് വായിക്കും. A38 സ്പെഷ്യൽ തോക്ക് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ ബുള്ളറ്റാണ് ഈ മരിച്ച വിക്ടിംസിന്റെ ബോഡിയിലുള്ളത്. ഇത് വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ദയാസ് പറയും, ഈ രാജ്യത്ത് 75,000 ആൾക്കാരുണ്ട് ഈ തോക്കിന്റെ ലൈസൻസുമായിട്ട്. മാത്രമല്ല 3,000 പെസോസ് കൊടുത്താൽ ഇതേ തോക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പൊ ആരാന്ന് കണ്ടുപിടിക്കാനാ? ഇതൊരു തെളിവ് മാത്രമാണ്, നമുക്ക് ഇനി എവിഡൻസ് വേണം, എന്നാലേ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പോവാ. അപ്പോഴായിരിക്കും മോന്തിജോ എന്ന് പറഞ്ഞ മറ്റൊരു പോലീസുകാരൻ ദയാസിനെ വിളിക്കുന്നത്. ആ വാന്റെ ഡീറ്റെയിൽ അവർ കണ്ടുപിടിച്ചു. അത് കട്ടെടുക്കപ്പെട്ട തന്നെയാണ്. 3 ആഴ്ചയ്ക്ക് മുന്നേ നിർത്തിയിട്ട് ഏതൊരു സ്ഥലത്ത് നിന്നും അത് കട്ടെടുത്തിട്ട് പോയതാ. സ്റ്റോളൻ കേസ് ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാ ശരി, ഞാൻ കട്ടെടുത്ത ആളെ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ദയാസ് ഹീറോനെയും കാറി കയറ്റി നമ്മൾ തെപ്പിത്തോയിലേക്ക് പോവാണ്, ഒരു കൂട്ടുകാരനെ കാണാനുണ്ടെന്നും പറഞ്ഞ് പോകുന്ന വഴി കാറി ഇരുന്ന് ദയാസ് കഞ്ചാബീഡി വലിക്കുന്നുണ്ട്. ഉടനെ ഹീറോ, ഒരു പോലീസായിട്ട് കാറി ഇരുന്ന് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ നാട്ടുകാർക്ക് ഉദാഹരണമായിരിക്കേണ്ടവരാണ്, അല്ലാതെ ബോധമില്ലാതെ തെരുവിലൂടെ ഡ്രൈവ് ചെയ്യേണ്ട ആൾക്കാരല്ല, ഇത് പാപമാണെന്ന് പറയാ. ഉടനെ ദയാസ്, നീ ഒരിക്കൽ പോലും വലിച്ചിട്ടില്ല അല്ലേ, അതുകൊണ്ടാണ് ഇത്ര ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. ഉടനെ ഹീറോ, ആര് പറഞ്ഞു ഞാൻ വലിച്ചിട്ടില്ലെന്ന്? ഞാൻ കാണിക്കാൻ വലിച്ചിട്ട്, അല്ലെങ്കിലേ ഞാൻ ചാവാൻ നിൽക്കുക, എന്നാ പിന്നെ ഒരു കഞ്ചാബീഡി വലിച്ചാൽ എന്താന്നും പറഞ്ഞ് ഇവൻ ആ ബീഡി വാങ്ങിച്ച് വലിക്കുക. ദയാസ് അത് എങ്ങനെയാണ് വലിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആഞ്ഞു വലിച്ച് പുക വെളിയിലേക്ക് വിടാൻ പാടില്ല. ഹീറോ ആ കഞ്ചാവും വലിച്ചിട്ട് കാണുന്ന ബോർഡിനെയൊക്കെ കുറ്റം പറയും. ഇവന്മാര് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വലിയ ഫ്ലെക്സ് ബോർഡും വെച്ച് പരസ്യം ചെയ്യുന്നു. ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണമെന്ന് പോലും. ഞാനൊന്നും വാങ്ങിക്കില്ല, ഇവന്മാരെ പറ്റിപ്പോ എൻ്റെ അടുത്ത് നടക്കില്ല. ഇത് കേൾക്കുമ്പോൾ ദയാസ്, നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു, എന്നിട്ട് നീ പരാതി പറയുന്നതോ ഏതോ പരസ്യ ബോർഡിനെ കണ്ട് അത് നിന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന്. കൂടെയുള്ളവർ പറ്റിക്കുന്നത് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവനാണ് റോഡിലെ ഫ്ലെക്സ് ബോർഡിനെ കുറ്റം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ, അതിന് ഞാൻ മാത്രമല്ല, വലിയ കേസ് കണ്ടുപിടിക്കുന്ന നിന്നെയും നിന്റെ ഭാര്യ പറ്റിച്ചു എന്നും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ. അങ്ങനെ പോയി ഇവരൊരു ലോക്കൽ മാഫിയ സ്ട്രീറ്റിലേക്ക് എത്തും. ഇവിടെ ആരെ കാണാനാ വന്നെന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളനെ കാണാൻ വന്ന പുള്ളി എന്റെ കൂട്ടുകാരനാണെന്ന് ദയാസ് പറയുക. അങ്ങനെ ഇവരൊരു കെട്ടിടത്തിനകത്തേക്ക് പോകുന്നു. പോയ കള്ളനെ കണ്ട ഉടനെ കള്ളൻ ദയാസിനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. നീ പിന്നെ എന്നെ പിടിക്കാൻ വന്നോടാന്നും പറഞ്ഞ് അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പൊ ദയാസ്, ഓടാതെ തിരികെ വാടാ, നിന്നെ പിടിക്കാൻ വന്നതല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നാണെന്നും പറഞ്ഞ് അയാളെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്നു. പുള്ളിക്കാരന്റെ കൂട്ടത്ത് കുറെ അടിക്കാരൊക്കെയുണ്ട്. ഈ വലിയ കള്ളന്റെ കൂട്ടത്ത് അടിയും വഴക്കൊക്കെ കണ്ട് ഹീറോ പേടിച്ച് ഇവർ കളിച്ചോണ്ടിരുന്ന 2 ബാളെടുത്ത് കയ്യിൽ വെച്ചിരിക്കുക. അതാ കളിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ നാറിയ ബോള് മാറ്റിയിടാ എന്നൊരുത്തം പറയുമ്പം ഹീറോ, ഇല്ല ഞാൻ തിരിച്ചു വെച്ചേക്കാം, ഞാൻ എടുക്കുന്നതിന് മുന്നേ എവിടെയാന്ന് നോക്കിയിരുന്നു, ഇവിടെ തന്നെയാണെന്നും പറഞ്ഞ് ഏതോ 2 സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ഈ സമയത്ത് ദിയാസ് ചെന്ന് ആ മെയിൻ കൊള്ളക്കാരനോട് ഇതുപോലൊരു വാൻ മിസ്സിംഗ് ആയിട്ടുണ്ട്, 3 ആഴ്ച മുന്നേ, ഒരു കങ്കു വാനാണ്, അതാരാണ് എടുത്തതെന്ന് അറിയണമെന്ന് പറയും. അപ്പൊ ആ കൊള്ളക്കാരൻ, ഞാനിപ്പോൾ ഇങ്ങനെ ലോക്കൽ വണ്ടികളൊന്നും തിരിടാറില്ല, 4 നൈറ്റ് എടുക്കാറുള്ളൂ, ലോക്കൽ എടുത്തിട്ട് എനിക്ക് കാശ് കിട്ടുന്നില്ല, അതൊക്കെ എപ്പോഴേ നിർത്തി, അത് വിചാരിച്ചിട്ടാണ് വന്നെങ്കിൽ ക്ഷമിച്ചേക്ക്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ സമയത്ത് ഹീറോ വെറുതെ നിൽക്കല്ലേ. അപ്പൊ കളിക്കുന്നവർ തിന്നാൻ എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവന് നേരം പോകാത്തതുകൊണ്ട് അതെടുത്ത് ഞണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് വീണ്ടും ആ കളിക്കുന്നവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഡിയാസ് താൻ ആ വാൻ അടിച്ചു മാറ്റിയില്ലെങ്കിലും തനിക്ക് കള്ളന്മാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ, അതിലാരെങ്കിലും ആണോ അടിച്ചതെന്ന് ഒന്ന് ചോദിച്ചിട്ട് പറയാൻ പറയാ. ഉടനെ ആ മൂത്ത കള്ളൻ തന്റെ കൂടെയുള്ളൊരു കിർണിയോട്, നിനക്കിതിനെപ്പറ്റി വല്ലതും അറിയോടാന്ന് ചോദിക്കുക. അവൻ പറയും, എനിക്കൊന്നും അറിയില്ലെന്ന്. നീ 15 വയസ്സ് മുതൽ കള്ളത്തരം കാണിക്കുന്നല്ലേ, നിനക്ക് കുറെ കള്ളന്മാർ കൂട്ടുകാരും ഉണ്ട്, എന്നിട്ട് എങ്ങനെ അറിയില്ലെന്ന് പറയാ? ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്നു പറയും. ഉടനെ ചെറിയ കള്ളൻ ആരെയോ വിളിക്കുന്നുണ്ട്. ഈ നേരത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്നവന്മാർ ഹീറോ വീണ്ടും ആ ഗോപിച്ചില്ലി എടുത്ത് തിന്നുന്ന കണ്ടിട്ട്, നിന്റെ ആ വിരലെടുത്ത് ആസനത്തിൽ വെക്കടാന്ന് പറയാ. ഉടനെ ഹീറോ മനസ്സിലാവാതെ, ഇല്ല കുഴപ്പമില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്, ഓ സോറി, ഇത് നിങ്ങളതായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ദയാസിന്റെ കൂടെ വന്നാണെന്ന് പറയും. നീ ആരുടെ കൂടെ വന്നാണെങ്കിലും അടുത്തവന്റെ സാധനം എടുത്ത് തിന്നാൻ പാടില്ല എന്നറിയില്ലേ, നിനക്ക് ബോധമില്ലടെന്ന് അറിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ, നിങ്ങൾ എന്തിന് ഇത്ര ദേഷ്യപ്പെടുന്നു, ഞാൻ സമാധാനപ്രിയന, സമാധാനത്തിന് വേണ്ടി വന്നാണെന്നും പറഞ്ഞ് പൂക്കി സിഗ്നൽ കാണിച്ചു കൊടുക്കും. ഈ സമയത്ത് ആ ചെറിയ കള്ളൻ ആരെയോ വിളിച്ച്, ഒരു സാൻഡ് കളർ കങ്കു വാൻ മിസ്സായിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോന്ന് കള്ളന്മാരോട് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ മൂത്ത കള്ളന്റെ കാര്യം മനസ്സിലാവും. സംഭവം ഇവര് വാനിന്റെ കളറ് പറഞ്ഞിട്ടില്ല, എന്നാൽ അവൻ കളർ കൃത്യമായിട്ട് പറഞ്ഞു. സോ കള്ളൻ ഇവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദിയാസും മൂത്ത കള്ളനും അവനെ ചോദ്യം ചെയ്യുക. ഉടനെ അവൻ പറയും, നിങ്ങൾ തരുന്ന ചില്ലി കാശ് എനിക്ക് തികയുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ നടക്കുള്ളൂ. മൂത്ത കള്ളൻ അവന്റെ കോല് വാങ്ങിച്ചിട്ട് അവന് തന്നെ ഇട്ട് പൊതിരെ തല്ലു കൊടുക്കും. നീ എന്റെ കൂടെ ഇരുന്നിട്ട് എന്നെ ചതിക്കാൻ നോക്കുന്നോടാന്നും പറഞ്ഞു. അടുത്ത സീനില് അടിയൊക്കെ വാങ്ങി മുഖമൊക്കെ ചുവന്ന് ഈ ചെറിയ കള്ളൻ ദിയാസിന്റെ കൂടെ കാറി പോവാ. ഹീറോയും ഉണ്ട്. അപ്പൊ അവൻ പറയും, ഞാൻ കള്ളം പറയുമെന്ന് വിചാരിച്ചിട്ടല്ല, എൻ്റെ ഒരു ക്ലയന്റ് സഹായം ചോദിച്ചപ്പോൾ ചെയ്തു കൊടുത്തേ ഉള്ളൂ. അവർ ഉടനടി പൈസ തന്നു. ആ ക്ലയന്റ് ആരാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പൈസ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ദിയാസ്, അപ്പൊ അതിനു മുന്നേ നീ കണ്ടതല്ലേ, ആളുള്ള സ്ഥലം കാണിക്കാൻ പറയും. ഇവരെനിക്ക് അറിയില്ല എന്ന് പറയുക. സിലിണ്ടർ കൊണ്ട് അവന്റെ മണ്ടയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ട് എവിടെയാണ് സ്ഥലം ക്ലിയർ ആയിട്ട് പറയാൻ പറയും. അങ്ങനെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിലേക്ക് ഇവർ വരികയാണ്. ഇവിടെ വെച്ചാണ് ആ കള്ളൻ അവന്റെ ക്ലയന്റിനോട് പണം വാങ്ങിച്ചത്. കുറച്ചു നേരം കാത്തിരിക്കുമ്പോൾ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ,
രണ്ടുപേരെ കൊല്ലുന്ന ഒരു മാഫിയക്കാരൻ അയാൾ വരുന്നുണ്ട്. അയാളെ കണ്ടുടനെ ഈ കള്ളം പരുങ്ങാൻ തുടങ്ങും. സോ ദിയാസിന് മനസ്സിലായി അതന്നെയാണ് ആളെന്ന്. ഇവര് മെല്ലെ ചെന്ന് സാറേ ഞങ്ങളിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് അയാളുടെ മുന്നിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ദിയാസ് പറയും ഞാൻ പോലീസുകാരനാണ്, ഞങ്ങളൊരു സ്റ്റോളൻ വാനിനെ പറ്റി അന്വേഷിച്ചു വന്ന ആ വാനിൽ നിന്ന് 2 ബോഡി കണ്ടുകിട്ടിയിരുന്നു, നിങ്ങൾക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ആ മാഫിയക്കാരൻ പറയും നിങ്ങൾ എന്തിനെക്കുറിച്ചാ സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഒന്ന് പോയി തരണം. ഉടനെ ദിയാസ് കുഴപ്പമൊന്നുമില്ല, നമുക്കതെല്ലാം പരിഹരിക്കാം, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യണമെന്ന് പറയൂ. മാഫിയക്കാരൻ ഞാനിപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുക, അതാണ് എൻ്റെ ജോലി, അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാൻ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയാം. ഉടനെ ദിയാസ് നിങ്ങളുടെ ID ഒന്ന് കാണിക്കുമെന്ന് പറയും. ഇയാള് ഞാൻ ID കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചു എന്ന് പറയാം. സോ പുള്ളിക്കാരന്റെ പ്രകൃതം ഇത്തിരി ധിക്കാരായതുകൊണ്ട് ഹീറോ കിടന്ന് പേടിക്കുന്നുണ്ടാവും. അയാൾ ഇവരോട് ആദ്യം നിങ്ങൾ രണ്ടുപേരും ആരാന്ന് പറയും, എന്നിട്ടേ ഞാൻ മറുപടി പറയുള്ളൂ എന്ന് പറയും. ഉടനെ ദിയാസ് തന്റെ ID കാർഡ് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പോലീസാണെന്ന്, ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ആ പുറകെയിരിക്കുന്ന കള്ളനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം ചോദിക്കുക. ഉടനെ ഈ മാഫിയക്കാരൻ ഒരു സിഗരറ്റും കത്തിച്ചിട്ട് എനിക്കൊരു ബന്ധമില്ല, നിനക്ക് എന്താണ് അറിയേണ്ടത്? ദയാസ് നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് വാൻ വാങ്ങിച്ചു എന്നാണ് അവൻ പറയുന്നത്, അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ലേ? ഉടനെ ഇയാൾ ചിരിക്കാൻ തുടങ്ങും. പുള്ളിക്കാരൻ എന്തോ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദയാസ് അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നോക്കുക. നോക്കുമ്പോൾ 3 ID കാർഡിൽ കാമറാസാന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇക്കാരി പറയും മോൻ തന്റെ ജോലി നോക്കിയിട്ട് പോയിക്കോ, അതാണ് നിനക്ക് നല്ലത്, കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ പിന്നെ അടയാളമില്ലാതെ എങ്ങോട്ടെങ്കിലും മാഞ്ഞു പോകും, പറയുന്നത് കേൾക്ക്, ഇവിടുന്ന് മാറിപ്പോയിക്കോ. അപ്പൊ ദിയാസിന് മനസ്സിലായി ഇവൻ തന്നെയാണ് കുറ്റവാളിയെന്നും ഇവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നും. താൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ വാൻ ഉപയോഗിച്ചത്? ഡ്രഗ്സ് കടത്താനാണോ? എന്തായിരുന്നു തന്റെ ഉദ്ദേശം? ഉടനെ ആ മാഫിയക്കാരൻ ഇനിയും ഒരു ചോദ്യം നീ ചോദിച്ചാൽ പിന്നെ പെട്ടിയിലായിരിക്കും നിന്നെ കൊണ്ടുപോകേണ്ടി വരികയെന്നും പറഞ്ഞിട്ട് തന്റെ കയ്യിലെ തോക്കെടുക്കാൻ നോക്കുക. ഇത് കണ്ടുടനെ ദിയാസ് പെട്ടെന്ന് അവന്റെ കയ്യിലെ തോക്കെടുത്ത് ഒരു ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിന് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. നേരെ ഇവരെ കാറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അയാളുടെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യും. കിട്ടുമ്പോൾ A38 സ്പെഷ്യൽ തോക്കാണ് അയാൾ വെച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ചിട്ടാണോ നീ ആ മിലിറ്ററിക്കാരനെ കൊന്നേന്ന് ദിയാസ് ചോദിക്കുക. ഈ മാഫിയക്കാരൻ ഉടനെ തിരിഞ്ഞ് തന്റെ തോക്കെടുത്ത് ദിയാസിനെ ഇടിച്ചിട്ട് ഇവരെ എല്ലാം പിടിക്കുക, അറസ്റ്റ് ചെയ്യും, ഇവൻ എന്നെ ആക്രമിക്കാൻ നോക്കിയെന്നും പറഞ്ഞ് ചുറ്റുമുള്ള വേറെ പോലീസുകാരെ വിളിക്കുന്നു. ആ പോലീസുകാരെല്ലാം ഓടി വന്ന് ഹീറോനെയും ദയാസിനെയും ആ കള്ളനെയും 3 പേരെ അറസ്റ്റ് ചെയ്യുക. ഇവർക്കൊന്നും മനസ്സിലാവില്ല സംഭവം. ഈ മാഫിയക്കാരനെന്ന് വിചാരിച്ച ആള് ഇന്റലിജന്റ് ഓഫീസറാ. അവർ നേരെ ഇവരെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോവുക. ഈ ഫെഡറൽ പോലീസിനെക്കാട്ടിലും വലിയ പോലീസാണ് ഇന്റലിജന്റ് അഫെയർ ഓഫീസർമാർ. അവര് കൊണ്ടുപോയി ഹീറോയെ ചോദ്യം ചെയ്യുമ്പോൾ ഹീറോ ഉള്ള കാര്യങ്ങളെല്ലാം പറയും. അയാളാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, അയാൾ ഞങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ദയാസിന്റെ ഭാര്യയെ തോലുരിച്ച് കയറി കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു, ഞങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു, കുറ്റമൊന്നും ഞങ്ങളുടെ ഭാഗത്തല്ല എന്നും പറഞ്ഞ് ഹീറോ ആ ഇന്റലിജന്റ് ക്യാപ്റ്റനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കൂടെ തന്നെ കമ്മീഷണറുണ്ട്. അപ്പൊ ആ ക്യാപ്റ്റൻ ആക്ച്വലി സോസ, അതായത് ആ മാഫിയക്കാരൻ കഷണ്ടി, പുള്ളി ഏതോ അണ്ടർ കവർ ഓപ്പറേഷനിലായിരുന്നു അത്രേ. അപ്പോഴാണ് ഇവർ ചെന്ന് ഡിസ്റ്റർബ് ചെയ്തതെന്ന്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഫെഡറൽ പോലീസുകാർക്ക് ബന്ധമുണ്ട്. ഒരുപാട് കറപ്ഷൻ ചെയ്യുന്ന ഫെഡറൽ പോലീസുകാർക്കെതിരെ ഇവരുടെ കയ്യിൽ രേഖകളുണ്ടത്രേ. അതിലെ ഒരാളാണ് ദയാസ് എന്ന് പറഞ്ഞ് ദയാസിനെതിരെയുള്ള രേഖ ഈ ക്യാപ്റ്റൻ കാണിച്ചു കൊടുക്കുക കമ്മീഷണർക്ക്. ദയാസിനെതിരെ മാത്രമല്ല ഈ കമ്മീഷണർക്കെതിരെയും രേഖയുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് കമ്മീഷണർ പേടിക്കുക. കാരണം ചില പല കൈക്കൂലിയൊക്കെ കമ്മീഷണർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങാനും പുറത്തു പോകുമെന്ന് പുള്ളിക്കാരൻ പേടിച്ചിരിക്കുക. അപ്പൊ ആ ക്യാപ്റ്റൻ പറയും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ദയാസിനെ ചോദ്യം ചെയ്യാനുണ്ട്. പുള്ളിക്കാരൻ ആ മിലിറ്ററി ഏജൻസിനെ പറ്റി അന്വേഷിച്ച കാര്യങ്ങളും അതിന്റെ എവിഡൻസും ഒക്കെ ഞങ്ങൾക്ക് വേണം, ഇന്ന് രാത്രി തന്നെ വേണം. ചില വിശകലനങ്ങൾ ചെയ്യാനുണ്ട്, ചിലരെയൊക്കെ പൂട്ടാനുണ്ട്. എന്നാൽ കമ്മീഷണർക്കൊരു കുഴപ്പവും വരുത്തില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ആ ഫയൽസ് എല്ലാം വേണമെന്ന് പറയും. കമ്മീഷണർ സമ്മതിക്കുക. അയാളുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരെ സമ്മതിക്കും. എന്നാൽ ഈ ക്യാപ്റ്റനെ സൂക്ഷിച്ചു നോക്കിക്കോ, ഇയാളായിരുന്നു ആ 2 മിലിറ്ററിക്കാരെയും കൊല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇവന്മാര് കൂട്ടമായി ഒരു സെറ്റായി എന്തോ വലിയ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞ് ആ ക്യാപ്റ്റൻ കമ്മീഷണറെയും ഹീറോയും പറഞ്ഞുവിടും. എന്നിട്ട് തന്റെ ഒരു ഏജന്റിന്റെ അടുത്ത് പോയി ആ കമ്മീഷണർ തെറ്റൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ നമുക്കെതിരെ തിരിയില്ല, എന്നാൽ ആ മണ്ടൻ ഡോക്ടർ അവൻ എന്തെങ്കിലും പുറത്തുപോയി പറയാൻ സാധ്യതയുണ്ട്, അവനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും, അവന്റെ ഫോൺ ടാപ്പും ചെയ്യണം, അവൻ എന്തെങ്കിലും ലീക്ക് ചെയ്യാണെന്ന് കണ്ടാൽ ഉടനെ ആക്സിഡന്റ് പോലെ അവനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയും. ഇത് കഴിഞ്ഞ് ക്യാപ്റ്റൻ അവരെ ബിൽഡിങ്ങിലുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോവാണ്. അതിനകത്തേക്ക് കടക്കണമെങ്കിൽ ഫേസ് ID കാണിക്കണം. കാണിച്ചകത്ത് കടക്കുമ്പോൾ അവിടെയാണ് ഒരു മുറിയിൽ നമ്മുടെ ദയാസിനെയും ആ കള്ളനെയും കെട്ടിയിട്ടിരിക്കുന്നത്. നീ ഇതുവരെ എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്, എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളതെന്ന് ക്യാപ്റ്റൻ ദയാസിനോട് ചോദിക്കുക. ദയാസ് മിണ്ടുന്നില്ല. ഈ സമയത്ത് കള്ളൻ സാർ നിങ്ങളുടെ ഓപ്പറേഷനെ പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ല, എന്നെ വെറുതെ വിടൂ, ഞാൻ വേറൊരു കള്ളനാണെന്നും പറഞ്ഞ് കരയാണ്.
ഉടനെ ക്യാപ്റ്റൻ കണ്ണു കാണിക്കുമ്പോൾ ആ കഷണ്ടി മാമൻ തന്റെ ബെൽറ്റ് ഊരി ഈ കള്ളനെ കഴുത്തെ മുറുക്കി കൊന്നുകളയാണ്. അത് കഴിഞ്ഞ് ദയാസിനോട് ചോദിക്കും, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോന്ന്. ദയാസ് ഒന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഭാര്യ അവിടെ കരഞ്ഞോണ്ടിരിക്കുക. നീ ഇത്ര നേരം എവിടെ പോയതാ? ഏതെങ്കിലും പെണ്ണിന്റെ കൂടെയായിരുന്നോ? എന്താണ് സംഭവിച്ചത്? എന്നോട് എന്തിനാ മിണ്ടാതിരിക്കുന്നു? സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ച് അടുത്തേക്ക് വരുന്നു. ഹീറോ പറയും, ഞാനൊരു ലോഡ്ജിലായിരുന്നു, ഒരു പെണ്ണിന്റെയും കൂടെയല്ല, എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണമായിരുന്നു. നിന്റെ കഴുത്തിൽ എന്തോ ഒരു പാട്, അത് പെണ്ണ് കടിച്ചാണോ? സത്യം പറയും. ഹീറോ പറയും, അത് പോലീസുകാരെന്നെ ഇടിച്ചാണെന്ന്. ഈ പെണ്ണ് വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ നേരം ഹീറോ ആ കഷണ്ടിക്കാരന്റെ കയ്യിൽ ഒരു ID കാർഡ് ഉണ്ടായിരുന്നില്ലേ, കാമറാസാന്ന് എഴുതിയത്, അതെന്താണെന്നും പറഞ്ഞ് നോക്കുകയാണ് ഓൺലൈനിൽ. അപ്പോ അതൊരു മിലിറ്ററി രഹസ്യ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാവും. ആ ഫാക്ടറി ഇതേ സിറ്റിയിലാണുള്ളത്. എന്നാൽ അവിടെ എന്ത് പ്രോജക്റ്റാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ നേരം ഭാര്യ ചോദിക്കുക, നിനക്ക് എന്നോട് ഇപ്പൊ സ്നേഹമില്ലേ എന്ന്. ഹീറോ മിണ്ടാതെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ദേഷ്യപ്പെട്ട്, ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്ക്, അങ്ങനെ നോക്കാത്തോണ്ടാ ഇത്രയും കുഴപ്പങ്ങളുള്ളത്, ഞാൻ ദേഷ്യപ്പെടുന്നതുകൊണ്ടാ, മുഖത്ത് നോക്കിയിട്ട് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്താ അപ്പം നിന്റെ മനസ്സിലുള്ളത്? അതിന് ഹീറോ, ഞാൻ എന്താ ചിന്തിക്കണേന്ന് എനിക്കറിയില്ല, ഇപ്പൊ എനിക്ക് ഫീല് മാത്രമേ ഉള്ളൂ, ഞാൻ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ഫീലിംഗ് എന്താണെന്ന് ഭാര്യ ചോദിക്കുക. ഹീറോ പറയും, മേ ബി നമ്മൾ പരസ്പരം മാച്ച് അല്ലാത്ത ആൾക്കാരായിരിക്കാം, നമ്മൾ സെയിം ഫ്രൂട്ട് അല്ല, ഞാനൊരു പക്ഷെ പിത്തായി ആയിരിക്കാം, നീ ഒരു പക്ഷെ കിവി ആയിരിക്കാം, നമുക്കെന്തോ ചേർച്ചയില്ല, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭാര്യ വിഷമിച്ച് നിൽക്കുക. ആ സമയത്ത് ഒരു കോള് വരുന്നുണ്ട്. സന്തോഷ് എന്ന് പറഞ്ഞ ഏതോ ഒരു മിലിറ്ററിക്കാരൻ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടത്രേ. ഹീറോ കോൾ അറ്റൻഡ് ചെയ്യും. ആ മിലിറ്ററിക്കാരൻ വേറെ ആരുമല്ല, ഇവര് നേരത്തെ ചെന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ കണ്ട് സംസാരിച്ചില്ലേ ഒരു ഓഫീസർ. ഹീറോ കാർഡൊക്കെ കൊടുത്തായിരുന്നു. അതിലെ നമ്പർ വെച്ചിട്ടാണ് ഈ സന്തോഷ് വിളിക്കുന്നത്. ഹീറോ കോൾ എടുക്കും. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സന്തോഷ്, നിങ്ങൾ ആയുധക്കടത്തലുമായി ബന്ധപ്പെട്ട് ഈ കാണാതായവർക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഫാക്ടറിയുടെ പരിസരത്ത് വെച്ച് ഈ മിലിറ്ററിക്കാരെ കണ്ടതായിട്ട് ചിലർ പറയുന്നുണ്ട്. അവിടുത്തെ ഒരു കാസ്ക് കാണാതായി പോയി, അതിനകത്ത് യുറേനിയം ആണ് ഉണ്ടായിരുന്നത്. ഈ ന്യൂസ് അവർ പുറത്തുവിട്ടിട്ടില്ല, കാരണം യുറേനിയം കൊണ്ട് ആറ്റം ബോംബ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഏതോ വലിയ കൊള്ള ടീമാണ് ഇതിന് പിന്നിൽ, നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ മിലിറ്ററിക്കാരൻ കോള് കട്ട് ചെയ്യുക. ഈ സമയം ഈ കോളെല്ലാം ടാപ്പ് ചെയ്ത് കേട്ടുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസിലെ ഒരു ഓഫീസർ പുറത്തു നിൽപ്പുണ്ടാവും. ആ വില്ലൻ പറഞ്ഞു വിട്ട അവന്റെ ഏജന്റ്. ഇയാളെ ഹീറോ കാണുന്നു. അയാള് ഹീറോനെ വാച്ച് ചെയ്യുന്ന ഹീറോയ്ക്ക് മനസ്സിലാകും. ഹീറോ പെട്ടെന്ന് കഥവ് അടയ്ക്കാൻ പോവാ. ഉടനെ ആ ഏജന്റ് കഥവിനടുത്തേക്ക് വന്നിട്ട്, സാർ, ഞാൻ ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ എന്നെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ ബോസ് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഏജൻസിയിലേക്ക് വരാൻ പറഞ്ഞു, എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ, നിങ്ങളോട് സംസാരിക്കണം, ഒന്ന് കൂടെ വരാമോ എന്ന് ചോദിക്കുക. ഉടനെ ഹീറോ, ഇല്ല, ഏജൻസിക്കാരെന്നോട് പറഞ്ഞാണ് കാലത്ത് വരാൻ, ഞാനിപ്പോ ഭാര്യയുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ, എന്റെ പേര് കേസൊന്നുമില്ലല്ലോ, ഞാൻ നാളെ കാലത്ത് വരാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഥവ് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ കഥവും ചവിട്ടി തുറന്ന് തോക്കുമായിട്ട് അകത്തേക്ക് കയറുമെന്ന് ഹീറോനെ പിടിക്കും.